ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലില്ലീസ് ഗാർഡൻ ഓഫ് ഡ്രീംസ്. ഞാൻ ഇന്ന് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബനിലുള്ള എൻ്റെ വീട്ടിലെ കൊച്ചു ഗാർഡൻ നിങ്ങൾക്ക് കാണിച്ചു തരാനും അതോടൊപ്പം തന്നെ ഇവിടെ ബ്രിസ്ബനിൽ അല്ലെങ്കിൽ ക്വീൻസ്ലാൻഡിലെ കാലാവസ്ഥയിൽ ചെടികൾ വളർത്താനുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ക്വീൻസ്ലാൻഡിൽ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ പ്ലാന്റ്സ് തിരഞ്ഞെടുക്കുമ്പോൾ കാലാവസ്ഥയെ അതിജീവിക്കുന്ന അല്ലെങ്കിൽ വെതർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ വേണം തിരഞ്ഞെടുക്കേണ്ടത്. അതുപോലെ തന്നെ ഡ്രൗട്ടുള്ള ഒരു സ്ഥലമാണ് ക്വീൻസ്ലാൻഡ്. അതുകൊണ്ട് വെള്ളം കുറച്ച് മാത്രം ഉപയോഗിക്കുന്ന ചെടികളും വേണം സെലക്ട് ചെയ്യാൻ. ഞാൻ ഈ വീട്ടിൽ വച്ചിരിക്കുന്ന എല്ലാ ചെടികളും തന്നെ നമ്മുടെ കേരളത്തിൽ ഞാൻ നട്ടുപിടിപ്പിച്ചിരുന്ന ചെടികളാണ്. കാരണം കേരളത്തിൽ ആ ചൂടും ഒരു കാലാവസ്ഥയുമാണ് ചില സമയത്ത് ബ്രിസ്ബനിലും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ സെലക്റ്റീവായിട്ടാണ് എൻ്റെ ഗാർഡനിൽ ചെടികൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ഗാർഡനിലേക്ക് കൊണ്ടുപോകാം. എൻ്റെ ഗാർഡനിൽ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റോസ് അധികം ഇല്ല. ഒന്നാമത്തെ കാര്യം, ഓസ്ട്രേലിയ ക്വീൻസ്ലാൻഡ് ഭയങ്കര ഹ്യൂമിഡാണ്. റോസിന് ഇഷ്ടമല്ലാത്തൊരു വെതറാണ് ഹ്യൂമിഡ്, ഇഷ്ടമല്ല. പിന്നെ മണ്ണ്, ഈ ഇവിടുത്തെ സോയിൽ ഞാൻ ടെസ്റ്റ് ചെയ്യിപ്പിച്ചായിരുന്നു. ഡിഗ്രേഡ് സോയിലാണത്. അത് തന്നെയല്ല, കുറച്ച് ആൽക്കലൈനുമാണ്. ആൽക്കലൈൻ സോയിലിൽ റോസ് ഒരിക്കലും നന്നായിട്ട് വളരില്ല. ഇവിടെയൊക്കെ നിറച്ച് റോസായിരുന്നു, പക്ഷെ നന്നാവാത്തത് കാരണം എന്നും അവർക്ക് ഓരോ ഡിസീസസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങത് മാറ്റിയിട്ട് ഈ രണ്ട് വെറൈറ്റി ഒരുവിധം ഡിസീസ് റെസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് ഇത് മാത്രം ഇങ്ങനെ രണ്ടെണ്ണം നിർത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ കനകാംബരം എന്ന് വിളിക്കുന്ന ഒരു ചെടി. ഇത് ജെറബറ. ഞാൻ കുറേ കളർ ജെറബറ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പൂവാണ്. പിന്നെ ഞാനിവിടെ ഗാർഡനിൽ മൾച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മൾച്ചിട്ട് കൊടുക്കണത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വെള്ളം മണ്ണിനടിയിൽ നിൽക്കാനായിട്ട് അത് സഹായിക്കും. അതുപോലെ തന്നെ വല്ലാതെ തണുപ്പ് വരുമ്പോൾ ഈ ചെടികളുടെ വേരിനെ തണുപ്പിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ അത് അസീലിയാസ്, ഞാനിവിടെ പലതരത്തിലുള്ള അസീലിയാസ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇത് വെതർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. മഞ്ഞിനെയും അതുപോലെ തന്നെ ചൂടിനെയും ഇത് തരണം ചെയ്യും. എല്ലാ സമയത്തും ഇതിൽ പൂവുണ്ടാവും. കണ്ട എന്ത് ഭംഗിയാന്ന് നോക്കണേ ഈ പൂ കാണാനായിട്ട്. ഇത് പല കളറാണ് ഇവിടെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചേക്കണത്. വെള്ളമൊക്കെ ഇപ്പോൾ വന്നുണ്ട്, നന്നായിട്ടുണ്ടായി വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ നാട്ടിലെ തുളസി, ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്. കണ്ട ജെറബറയൊക്കെ നട്ടുപിടിപ്പിച്ചേക്കണണ്ട. പിന്നെ ഇപ്പോൾ ഗാർഡൻ ഒരിത്തിരി ഡ്രൈ ആണ്. ഈ വർഷം അധികം മഴയൊന്നും ഇല്ലാത്ത കാരണം. വേറൊരു കളറിലെ അസീലിയാണിത്. അതൊക്കെ ഒരു ഇലച്ചെടിയാണ്. ഇത് വേറൊരു കളറ് അസീലിയ. മൾച്ചിട്ട് കൊടുത്തേക്കണുണ്ടോ? അതുപോലെ തന്നെ ആ ഗാർഡൻ വെല്ല്. നമുക്കപ്പോൾ ഈ വളമൊക്കെ ഇതിനകത്തേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി. വെള്ളവും 4 വശത്തേക്ക് ഒഴുകി പോണത് തടയാനായിട്ട് സാധിക്കും. പിന്നെ ഇതാണ് ഡെയ്സി, നമ്മുടെ നാട്ടിലുള്ള ഒരു ചെടിയാണ്. ഇപ്പോൾ പൂവില്ല, സ്പ്രിങ്ങിലാ പൂവുണ്ടാവുകയുള്ളൂ. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് സമ്മർ ടൈം ആയ കാരണം പൂക്കളെല്ലാം കഴിഞ്ഞു. ഇനി വീണ്ടും സ്പ്രിങ് അല്ലെങ്കിൽ ഓട്ടം ആവുമ്പോഴേ പൂവുണ്ടാവുകയുള്ളൂ. വീണ്ടും ജെറബറ. ഇതൊക്കെ വെറുതെ ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ച് പിടിപ്പിച്ചേക്കണ ഇലച്ചെടികളാണ്. ഇത് അഡീനിയം, പലർക്കും പരിചയം ഉണ്ടാവും. പല കളറിലെ അഡീനിയംസ് ഉണ്ട്. എൻ്റെ കയ്യിലാകെ 2 കളർ മാത്രമേ ഉള്ളൂ. എല്ലാ സമയത്തും ഒരുവിധം പൂവുണ്ടാകും. ഇപ്പോൾ ഒരു റൗണ്ട് പൂ കഴിഞ്ഞ് അടുത്ത പൂവിട്ട് അവർ വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഓരോ ഓർക്കിഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ മുല്ല, നമ്മുടെ കുടമുല്ല എന്ന് പറയണതാണ്. അപ്പോൾ ഒരു ആർച്ച് ഉണ്ടാക്കിയിട്ട് ആ ആർച്ചിലേക്ക് കയറ്റി വിട്ടേക്കുവാണ്. പൂവൊക്കെ ഉണ്ടാവുന്നുണ്ട്, എല്ലാ സമയത്തും ഉണ്ടാവും. കുറച്ച് മുല്ലപ്പൂവൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായി കിട്ടാറുണ്ട്. ഇത് വീണ്ടും റോസാണ് നിൽക്കണ കണ്ടോ. പിന്നെ ഇത് നല്ല ഭംഗിയുള്ള ഒരു പൂവാണ്. നമ്മൾ എവർലാസ്റ്റിംഗ് ഫ്ലവറിൻ്റെ ഒരു വെറൈറ്റിയാണ്. എല്ലാ സമയത്തും ഇതിൽ പൂവുണ്ടാവും. ഇതിപ്പോൾ ഉണങ്ങി തുടങ്ങി, കണ്ട നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. പിന്നെ ഞാൻ അവിടെ ഇവിടെയൊക്കെ നമ്മുടെ കടലാസ് പൂവില്ലേ, ബൊഗെയിൻവില്ല, ചട്ടികളിലൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ സീസണല്ല, അതുകൊണ്ട് പൂവില്ല. പിന്നെ ഇത് നമ്മുടെ ഗന്ധകരാജൻ, നാട്ടിൽ നമ്മൾ പാരിജാതം എന്നൊക്കെ ചിലർ വിളിക്കും.
ആ ഗന്ധകരാജനാണിത്. അതിങ്ങനെ കുറേ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം വെള്ളം വേണ്ട, അധികം കെയറും വേണ്ട. നമ്മൾ ഈ ബിസി ലൈഫിനിടയ്ക്ക് ഒരുപാട് സമയമൊന്നും നമുക്ക് സ്പെൻഡ് ചെയ്യാനില്ല. പിന്നെ ഇതൊക്കെ ജിഞ്ചറൊക്കെയാണ്. ഈ ചെടികളുടെ കൂട്ടത്തിൽ ഇടയ്ക്ക് അതുമൊക്കെ വച്ച് പിടിപ്പിക്കും ചട്ടികളിൽ. പിന്നെ ഇത് ബേസിൽ നമ്മളിങ്ങനെ ഇവിടുത്തെ ഡിഷുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഹെർബാണ്. അതുപോലെ തന്നെ കച്ചാർ വാഴ. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് നട്ടുപിടിപ്പിച്ചേക്കണ ഒരു ചെടിയാണ് ആന്തൂറിയം. ആന്തൂറിയത്തിൻ്റെ ഒരു പ്രത്യേകത, എല്ലാ സീസണിലും ആന്തൂറിയത്തിൽ പൂവുണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പരിചരണമൊന്നും ഇവർക്ക് ആവശ്യമില്ല. വെള്ളം വളരെ കുറവ് മതി. ഞാൻ എന്താണ് ഈ വെള്ളത്തിൻ്റെ കാര്യം എടുത്തെടുത്ത് പറയണതെന്ന് വച്ചാൽ, ഇവിടെ ബ്രിസ്ബനിലൊക്കെ നല്ല ഡ്രൗട്ട് ഉണ്ടാവുന്ന സ്ഥലമാണ്. അപ്പം നമുക്ക് വെള്ളം പരമാവധി കുറച്ച് ഉപയോഗിക്കണം. ഒത്തിരി എക്സ്പെൻസീവാണ് വെള്ളം. അപ്പോൾ അതുകൊണ്ട് വെള്ളം കുറവ് മതിയായിട്ടുള്ള ചെടികളാണ് ഞാൻ ഒത്തിരി ഇവിടെ നട്ടുപിടിപ്പിച്ചേക്കണത്. പിന്നെ ഇതൊക്കെ നമ്മുടെ ജമന്തിയൊക്കെയാണ്. പൂവൊക്കെ ആവാനായിട്ട് ഇതാ മൊട്ടൊക്കെ ഇട്ട് വന്ന് തുടങ്ങണേ ഉള്ളൂ. ഒന്ന് തണുപ്പ് വേണം പൂവൊക്കെ ആവാനായിട്ട്. ഇതൊക്കെ പച്ചമുളകാണ്. ഇച്ചിരി കുരുടിപ്പ് ഉണ്ടായ കാരണം അതെല്ലാനും ഞാൻ വെട്ടിക്കളഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത് മുളച്ച് വരുന്നതാണ്. ഇത് ജറബറ. പിന്നെ ഇത് അതുപോലെ തന്നെ വേറൊരു ക്ലൈംബിംഗ് റോസ്, വേറൊരു കളറാണ്. പൂവായിട്ടില്ല, കാരണം ഇതിപ്പോൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് പുതിയ ബ്രാഞ്ചസ് വരുന്നതാണ്. ഇച്ചിരി കഴിയും. ഇത് ലേറ്റ് സമ്മറിലാണ് ഇത് സാധാരണ പൂവുണ്ടാവാറുള്ളത്. ഡെയ്സി വീണ്ടും. പിന്നെ അതുപോലെ തന്നെ ഇത് ഒരു പർപ്പിൾ കളറിലെ പച്ചമുളകാണ്. നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ, കാന്താരി മുളകിലും കുറച്ചും കൂടി നീളം ഉണ്ടാവും. എന്നിട്ടൊരു പർപ്പിൾ കളറിലെ പച്ചമുളകാണ് അതങ്ങനെ. പിന്നെ ഇതെല്ലാം കുറച്ച് പെരിനിയൽസാണ്. ഇത് യൂഷ്വലി സ്പ്രിങ്ങിലും സമ്മറിലുമാണ് ഇതിൽ പൂവുണ്ടാവാറ്. ഇപ്പോൾ സമ്മർ ആകുമ്പോഴത്തേക്കും കുറച്ച് കുറഞ്ഞു അതിൻ്റെ ഇത്. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബ്ലൂബെറിയാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് ബ്ലൂബെറി നമുക്ക് വിൻ്റർ കഴിയണ സമയത്ത് സ്പ്രിങ് ആകുമ്പോഴത്തേക്കും നമുക്ക് സമ്മർ തുടങ്ങുമ്പോൾ നമുക്ക് ഈ ബ്ലൂബെറി നമുക്ക് കിട്ടും. കുറച്ച് കിട്ടാറുണ്ട്. ഞാൻ ചട്ടിയിലാണ് വെച്ച് പിടിപ്പിച്ചേക്കണത്. പിന്നെ ഇത് കണ്ട, ഇത് കമീലിയ ഫാമിലി പെട്ട ഒരു ചെടിയാണ്. ഇപ്പോൾ പൂവൊക്കെ കഴിഞ്ഞ് നിൽക്കുവാണ്. അത് കഴിയുമ്പോൾ അവർ നിറച്ചുണ്ടാകും. പിന്നെ ഞാൻ എല്ലാ സീസണിലും വിൻ്റർ തുടങ്ങണേക്ക് തൊട്ട് മുന്നായിട്ട് ഞാൻ എല്ലാ ചെടികളും പ്രൂൺ ചെയ്ത് നിർത്തും. കാരണം വിൻ്ററിൽ ഇവർ ഹൈബർനേഷനിലേക്ക് പോകും. അപ്പം നമുക്കൊരു കാര്യമില്ല, പൂവ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇതിങ്ങനെ മുരടിച്ച പോലെ നിൽക്കും. അപ്പോൾ ആ ഹൈബർനേഷൻ പീരീഡ് തുടങ്ങണ സമയത്ത് എല്ലാവരും ഞാൻ കട്ട് ചെയ്ത് നിർത്തും, പ്രൂൺ ചെയ്ത് നിർത്തും. ഇത് നമ്മുടെ മൊസാൻ്റെയാണ്. നാട്ടിലെല്ലായിടത്തും ഉള്ള ഒരു സാധനമാണ്. ഇവിടെ എങ്ങനെ പിടിക്കുമെന്ന് അറിയില്ല, മണ്ണ് കൊള്ളില്ലാത്ത കാരണം ഞാൻ അതുകൊണ്ട് ചട്ടിയിൽ തന്നെയാണ് വെച്ചേക്കണത്. ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വെന്തി, അതൊരു പല കളറുണ്ട് എൻ്റെ കയ്യിൽ. അതൊക്കെ ഈ ഒരു പെരിനിയൽസാണ്. 4-5 മാസം നിന്ന് കഴിഞ്ഞാൽ പോകും. ഇത് കറിവേപ്പ്. പിന്നെ ഇത് ലവൻഡറാണ്. ലവൻഡർ ഇവിടെ 3-4 എണ്ണമൊക്കെ ഉണ്ടായിരുന്നു. ഞാനതെല്ലാം പറിച്ച് കളഞ്ഞതാണ്. കാരണം ഇനി വേറെ പുതിയതായിട്ട് ഏതെങ്കിലും ഇങ്ങനത്തെ പെരിനിയൽസ് നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ജെറേനിയം. അതുപോലെ തന്നെ ഇത് മത്തങ്ങയൊക്കെ ഉണ്ടാവണുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്, എവിടെയൊക്കെയോ മത്തങ്ങ ഉണ്ടായിട്ടുണ്ട്. അതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടി അങ്ങോട്ട് പടർന്ന് നിന്നോളും. ഇത് ബൊഗൈൻവില്ലയാണ്. ഇതിന് ചുറ്റുമാണ് ഇത് പടർന്ന് കയറണത്. അതുപോലെ തന്നെ എനിക്ക് 2 മാവുണ്ട് ഇവിടെ. അതിനകത്ത് ഒരു മാവ് ഇതാണ് R2E2 എന്ന് പറയും. ആ ഒരു മാങ്ങയാണിത്. ഈ വർഷം 1.5 വർഷം ഇതെല്ലാം ഉണ്ടാവുള്ളൂ. ഒരു ബഡ് ചെയ്തൊരു മാവാണ്. 1.5 വർഷം ഉണ്ടാകും. ഈ വർഷം ഉണ്ടായില്ല. കഴിഞ്ഞ വർഷം ഒത്തിരി മാങ്ങ ഉണ്ടായിരുന്നു. ജറബറ പല കളറിലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പൂവാട്ടോ. റോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേവറേറ്റ്. പക്ഷേ റോസ് എനിക്ക് പറ്റാത്ത കാരണം റോസിൻ്റെ ഇത് കുറച്ചേക്കുവാണ്. അതൊക്കെ ഡയാഞ്ചസ് ആണ്. പിന്നെ സീനിയ. ഇത് പച്ചമുളക് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടി ഓരോ പച്ചമുളകും കൊണ്ടുവന്ന് വയ്ക്കും. ഇതൊക്കെ ആന്തൂറിയം. പിന്നെ പലതരം കുഞ്ഞ് സീസണൽ ഫ്ലവേഴ്സാണ് ഇതെല്ലാനും. ഇത് നമ്മുടെ എവർലാസ്റ്റിംഗ് ഫ്ലവർ. നമ്മൾ ഊട്ടിയിൽ നിന്നൊക്കെ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവരൂലേ, അതാണ് എവർലാസ്റ്റിംഗ് ഫ്ലവറാണിത്.
വേറൊരു തരം ചെടികൾ. ഇത് നമ്മുടെ കനകാംബരത്തിൻ്റെ വേറൊരു കളറ്. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ കനകാംബരം, അതിൻ്റെ വേറൊരു കളറാണ്. പിന്നെ പാഷൻ ഫ്രൂട്ടാണ്. ഒരു പന്തലിട്ട് നമ്മൾ കൊടുത്തേക്കുവാണ് പാഷൻ ഫ്രൂട്ടിന്. അതോടൊപ്പം ഈ വീടിൻ്റെ സൈഡുകളിലൊക്കെ ആയിട്ട് കുറച്ച് ഇലച്ചെടികൾ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ചൈനീസ് മണി പ്ലാന്റ് ആണ്. ഇത് ഹൈഡ്രാഞ്ചിയ. പൂവൊക്കെ പൊഴിഞ്ഞ് ഡ്രൈ ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ പൂക്കളും സൈഡിലും ബാക്ക് യാർഡിലും ആയിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സുമാണ് വച്ചു പിടിപ്പിച്ചേക്കണത്. ഇതൊരു പേര, അതങ്ങനെ ആയി വരണേ ഉള്ളൂ. ഇത് പ്ലാവാണ്, അവനിങ്ങനെ വലുതായി വരുന്നേ ഉള്ളൂ. ഭയങ്കര ടേസ്റ്റുള്ള വിയറ്റ്നാം ജാക്കിൻ്റെ ഒരു വെറൈറ്റിയാണിത്. അതുപോലെ തന്നെ പപ്പായ അങ്ങനെയുള്ളത്. ഇത് കാച്ചിലാണ്, നമ്മുടെ നാട്ടിലെ കാച്ചിലില്ലേ ആ സാധനമാണ്. ഇതാണ് അമ്പഴം. ഇത് വിയറ്റ്നാം വെറൈറ്റി ആയതുകൊണ്ട് ഇതിൽ എല്ലാ സമയത്തും അമ്പഴങ്ങ ഉണ്ടാവും. പക്ഷെ നമ്മുടെ നാട്ടിൽ അമ്പഴങ്ങ ഉണ്ടാവണത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ മാത്രമാണ്. പക്ഷേ ഈ വിയറ്റ്നാം വെറൈറ്റിയുടെ ഒരു ഗുണമാണ് എല്ലാ സമയത്തും അമ്പഴങ്ങ ഉണ്ടാവും. ഇതൊക്കെ ചേനയൊക്കെയാണ് കേട്ടോ. ചേന, പച്ചമുളക്, ഇഞ്ചി, അങ്ങനെ അവരൊരു പ്രത്യേക രീതിയിലാണ് ഞങ്ങൾ വെച്ചേക്കണത്. കാരണം ഒരു ചെടിക്ക് ഉണ്ടാവണ അസുഖം മറ്റേ ഒരേപോലത്തെ ചെടികൾ വെച്ച് കഴിഞ്ഞാൽ ഒരു ചെടിക്ക് അസുഖം വന്നാൽ മറ്റെല്ലാ ചെടികൾക്കും വരും. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് പലതരം ചെടികൾ ഒരുമിച്ച് വെക്കണത്. ഇത് കപ്പയാട്ടോ. പിന്നെ അതിൻ്റെ സൈഡിൽ ഇതാ പച്ചമുളക് വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇന്നിവിടെ ഒത്തിരി കാറ്റുണ്ട് ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ. ഇതൊക്കെ പച്ചമുളകാണ്, കാന്താരി മുളക്. പിന്നെ ഇത് ഞങ്ങളുടെ വെണ്ട. ഞങ്ങൾ കുറച്ചേ വച്ച് പിടിപ്പിച്ചിട്ടുള്ളൂ. കാരണം ഈ വെണ്ട തന്നെ ഞങ്ങൾക്ക് ധാരാളമാണ്. ഞങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള ഇപ്പം അത്യാവശ്യം സാമ്പാറിന് ഇടാനുള്ള വെണ്ടയ്ക്കൊക്കെ ഈ വെണ്ടയിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് കിട്ടും. ഇത് ഞങ്ങൾ സ്നാപ്പ് ഫ്രീസ് ചെയ്യും ഉണ്ടാവണ സമയത്ത്. പിന്നെ ഇവിടെ നമ്മൾ വാഴ വെച്ച് പിടിപ്പിച്ചേക്കാണ്, നേന്ത്രവാഴയാണിത്. പിന്നെ അതിനോടൊപ്പം തന്നെ ഇവിടെ കോവലത്തിന് ഒരു ചെറിയ പന്തലിട്ട് കൊടുത്തിട്ട് കോവയ്ക്കാണ് ഈ പടർന്ന് കയറിയേക്കണത്. അതുപോലെ തന്നെ ഇവിടെയുണ്ട് കറിവേപ്പ്. പിന്നെ ഇവിടെ ഒരു വലിയ കസ്റ്റാർഡ് ആപ്പിളിൻ്റെ മരമുണ്ട്. ഇഷ്ടം പോലെ കസ്റ്റാർഡ് ആപ്പിളാണ് ഈ വർഷം ഞങ്ങൾക്ക്. പിന്നെ അതിനൊപ്പം തന്നെ ഏത്തവാഴ കുലച്ചിട്ടില്ല, കുല വരാറായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് വേറൊരു മാവ്. പിന്നെ അതുപോലെ തന്നെ ഒരു വലിയ മാവുണ്ട്. വലിയ മാവ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ ചേന ഇഷ്ടംപോലെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇത് മഞ്ഞളാണ്, പച്ചമഞ്ഞൾ. ഞങ്ങൾ സാധാരണ പച്ചമഞ്ഞൾ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല. ഇവിടെ നട്ടുപിടിപ്പിച്ച് അത് ഉണക്കി പൊടിച്ചാണ് ഉപയോഗിക്കാറ്. ഒക്കെ ചീരയാണ്. പിന്നെ ടബുകളിലൊക്കെ കൂർക്ക നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നന്നായിട്ട്. പിന്നെ ഇതിവിടെ ഇഞ്ചിയുടെ ഒരു ഏരിയയാണ്. ഈ ഭാഗത്ത് മുഴുവൻ ഇഞ്ചിയാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ മാവയിലേക്ക് കുമ്പളങ്ങ പടർന്ന് കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറേ കൂട്ടങ്ങളായിട്ട് കപ്പയും ചേമ്പും എല്ലാം പോട്ടുകളിൽ ഞങ്ങൾ വെച്ചേക്കുവാണ്. അത് കുമ്പളങ്ങ. ഇത് കപ്പയുടെയും ചേനയുടെയും ഒരു കാടാണ്. ഞങ്ങൾക്കൊരു വാട്ടർ ടാങ്ക് ഉണ്ട്. ഞങ്ങളുടെ ആവശ്യത്തിന് ഒരു 10,000 ലിറ്റർ വെള്ളം കൊള്ളും ഇതിനകത്ത്. നമ്മൾ റെയിൻ വാട്ടർ കളക്ട് ചെയ്യണതാണ്. പിന്നെ അടുത്ത ഒരു
പയറിൻ്റെ കൂട്ടമാണിത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൗ പീസാണിത്. ഇത് 3ാമത്തെ സെക്ഷനാണ് ഞങ്ങളുടെ പയറിൻ്റെ. ഇതിങ്ങനെ പന്തലിട്ട് കൊടുത്തിട്ട് ഇത് മുകളിൽ നിന്ന് ഇങ്ങനെ നിറച്ച് ഉണ്ടാവും. പിന്നെ ഇതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ നട്ടേക്കണതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 സ്ഥലത്തുനിന്നും പറിക്കാനായിട്ട് എളുപ്പമാണ്. അതുകൊണ്ടാണ്. ഇതിപ്പോൾ ഞങ്ങൾ പറിച്ച് എടുത്തതാണ് കഴിഞ്ഞ ദിവസം. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇഷ്ടംപോലെ പയർ നമുക്ക് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നടണ വേറൊരു സാധനമാണ് ചേമ്പ്. വേണ്ട നല്ലതായിട്ട് ഉണ്ടാവും. നല്ലതായിട്ട് ചേമ്പ് ഉണ്ടാവാറുണ്ട്. നമ്മുടെ ആ നാട്ടിലെ ചേമ്പിൻ്റെ അതേ ടേസ്റ്റാണ്. ഇത് വലിയ ചേമ്പില്ലേ, ചിലർ കുപ്പിച്ചേമ്പെന്ന് പറയും. നല്ല നീളത്തിലുള്ള വലിയ ചേമ്പ് പുഴുങ്ങിയൊക്കെ കഴിക്കണ ചേമ്പാണത്. ഇല്ല, ഇതാണ് ഞങ്ങളുടെ കൂർക്കയുടെ ഗാർഡനാണ് ഈ കാണുന്നത് മൊത്തം. പിന്നെ ഒരു ഇനം ചേമ്പാണിത്, കുഞ്ഞു ചേമ്പ്, ഭയങ്കര ടേസ്റ്റാണത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇവിടെയും ചേനയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലായിടത്തും ഉണ്ട് ചേന. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേന ഞങ്ങൾ ഫ്രീസ് ചെയ്യും. ഞങ്ങൾ പച്ചക്കറി പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കാറില്ല. ഞങ്ങൾക്ക് ഇഷ്ടം നമ്മുടെ വീട്ടിലുണ്ടാക്കണ പച്ചക്കറി തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും വാങ്ങിക്കാറില്ല. ഇത് പാവയ്ക്കയാണ്. പാവയ്ക്ക ഉണ്ടായി വന്നേ ഉള്ളൂ. പക്ഷേ ഒരു പ്രശ്നം ഈ വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസത്തിൻ്റെ ഭയങ്കര ശല്യമാണ്. ഇത് ഉണ്ടാവണത് മുഴുവൻ തിന്ന് തീർക്കുവാണ്. അതുകൊണ്ട് പാവയ്ക്ക ജസ്റ്റായി വരണേ ഉള്ളൂ. ഇത് അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് ഇങ്ങനെ ഉണ്ടായി വരണേ ഉള്ളൂ. കണ്ടോ, ഇതാണ് ഞങ്ങളുടെ കൂർക്കത്തോട്ടം. കൂർക്ക ഞങ്ങളിവിടെ നട്ടുപിടിപ്പിക്കുന്നത് കണ്ടെയ്നറുകളിലാണ്. കാരണം ഇവിടുത്തെ മണ്ണ് കളിമണ്ണ് പോലത്തെ മണ്ണാണ്. അതുകൊണ്ട്. പിന്നെ ഇവിടെ ഞങ്ങൾക്കൊരു പ്ലാവുണ്ട്. ആ പ്ലാവിൽ കുറച്ച് ചക്ക ഉണ്ടാകും. ഇത് ഞങ്ങളുടെ മുരിങ്ങാമരം ഉണ്ട് കേട്ടോ. ഇതിലിതേ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്, അപ്പുറത്തെ സൈഡിലൊക്കെ ആയിട്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.